കൊല്ലം കടക്കൽ കോട്ടപ്പുറത്തെ ഗൃഹനാഥനില്ലാത്ത മൂന്നംഗ കുടുംബത്തിന് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ചുമതലയുള്ളവരും പേഴ്സണൽ സ്റ്റാഫും ചേർന്ന് വീട് നിർമ്മിച്ചു നൽകുന്നു. താക്കോൽദാനം മുഖ്യമന്ത്രി 23-ന് നിർവഹിക്കും. ഈ പറഞ്ഞ സംഭവത്തിൽ ഒരു സംഘാടക സമിതിയുണ്ട്. അവർ പുറത്തിറക്കിയിരിക്കുന്ന ക്ഷണക്കത്ത് അതൊന്ന് ആദ്യം വായിക്കാം പ്രേക്ഷകർക്ക് വേണ്ടി. സർ, കടക്കൽ സ്വദേശികളും വിദ്യാർത്ഥിനികളുമായ ആര്യയ്ക്കും അമൃതയ്ക്കും അമ്മ അജിതയ്ക്കും അഡ്വക്കേറ്റ് ജയചന്ദ്രൻപിള്ള പള്ളിയമ്പലം നൽകിയ സ്ഥലത്ത് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രിയുടെ സുരക്ഷാ വിഭാഗം ഉദ്യോഗസ്ഥരും പേഴ്സണൽ അസിസ്റ്റന്റുമാരും ചേർന്ന് നിർമ്മിച്ച വീടിൻ്റെ ഗൃഹപ്രവേശനവും താക്കോൽദാനവും 2024 ഡിസംബർ 23 തിങ്കളാഴ്ച രാവിലെ 11 മണിക്ക് കടക്കൽ കോട്ടപ്പുറം വസതിയിൽ വെച്ച് ബഹുമാനപ്പെട്ട കേരള മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അവർകൾ നിർവഹിക്കുന്നു. പ്രസ്തുത ചടങ്ങിലേക്ക് താങ്കളുടെ മഹനീയ സാന്നിധ്യം ഏറെ ആദരവോടെ ക്ഷണിക്കുന്നു. സംഘാടക സമിതിക്ക് വേണ്ടി ശ്രീ BM സുനീഷ്, എസ് അനിൽകുമാർ. ഇനി നമ്മൾ എങ്ങനെയാണ് ഈ കുടുംബത്തിന് ഈ വീട് കിട്ടിയത്, ആ ഭൂമി ദാനം ചെയ്തതൊക്കെ നമ്മളിപ്പോൾ അറിഞ്ഞല്ലോ. ഇനി ഇവരിലേക്ക് ഇത് എങ്ങനെ ഇവരെത്തി, എന്തുകൊണ്ട് ഇങ്ങനെ ചെയ്തു, ഇതിനൊക്കെ എന്താണ് ചിലവ്, അത്തരം കാര്യങ്ങളിലേക്കാണ് ഇനി പ്രേക്ഷകരെ കൈരളി ന്യൂസ് കൂട്ടിക്കൊണ്ടു പോകുന്നത്. മക്കൾ ആര്യയും അമൃതയും അമ്മ അജിതയും ഇനി ഈ വീട്ടിൽ അടച്ചുറപ്പുള്ള വീട്ടിൽ താമസിക്കും. ഇവരുടെ കുടുംബ ഓഹരി വ്യവഹാരത്തിൽപ്പെട്ടതോടെ ലൈഫ് മിഷൻ സ്കീമിൽ വീട് നൽകാൻ നിയമതടസ്സം നേരിട്ടു. ചോർന്നൊലിക്കുന്ന വീട്ടിലെ താമസം ആരെയും വേദനിപ്പിക്കുന്നതായിരുന്നു. സംഭവം ശ്രദ്ധയിൽപ്പെട്ട മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരും പേഴ്സണൽ സ്റ്റാഫും തങ്ങളുടെ സമ്പാദ്യത്തിൽ നിന്ന് ഒരു വിഹിതം മാറ്റിവെച്ച് വീട് നിർമ്മിക്കാൻ 15 ലക്ഷത്തോളം രൂപ കണ്ടെത്തുകയായിരുന്നുവെന്ന് അനിൽ കൈരളി ന്യൂസിനോട് പറഞ്ഞു. സുരക്ഷയിലുണ്ടായിരുന്ന എല്ലാ പോലീസ് ഉദ്യോഗസ്ഥരും മുഖ്യമന്ത്രിയുടെ PAയും അവരവരുടെ മാസശമ്പളത്തിൽ നിന്ന് ഒരു നിശ്ചിത തുക സമാഹരിക്കുകയുണ്ടായി. ആ സമാഹരിച്ച തുക ഏതെങ്കിലും ഒരു ആൾക്ക് ഒരു വീട് വെച്ച് കൊടുക്കാൻ ഞങ്ങൾ ആഗ്രഹിച്ചിരുന്നു. അപ്പോഴാണ് അമൃതയുടെയും ആര്യയുടെയും ഈ വിവരം നമ്മൾ അറിയുന്നത്. ഇതിൻ്റെ താക്കോൽദാനം ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ഡിസംബർ 23 രാവിലെ 11 മണിക്ക് നൽകാമെന്ന് സമ്മതിച്ചിട്ടുണ്ട്. പഠിക്കാൻ മിടുക്കിയായിരുന്നു ആര്യ. 10ൽ 10 A+. അനുജത്തി അമൃതയും ഒപ്പത്തിനൊപ്പം. ജോലി നേടി പിന്നീട് വീട് വെക്കാനായിരുന്നു തന്റെ ലക്ഷ്യം. പക്ഷേ ഇത്ര മനോഹരമായ വീടും സ്ഥലവും ലഭിക്കുമെന്ന് കരുതിയില്ലെന്ന് ആര്യ പറഞ്ഞു. മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നവർ തങ്ങൾക്കും സുരക്ഷിതമായ ഒരു വീട് നൽകിയതിൽ നന്ദിയുണ്ടെന്ന് ആര്യ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേന അവിടുത്തെ ഉദ്യോഗസ്ഥർ വീട് വെക്കാൻ തുടങ്ങിയപ്പോഴേ നമ്മളായിട്ട് ഫോണിൽ വിളിച്ച് എല്ലാ കാര്യവും അന്വേഷിക്കുകയൊക്കെ ചെയ്യുമായിരുന്നു. വീട് കുറ്റിയടിച്ചപ്പോൾ തൊട്ട് ഇന്ന് വരെ കുഞ്ഞു കുഞ്ഞു കാര്യത്തിന് നമ്മളെ മുന്നിൽ നിർത്തുകയും അതേപോലെ എല്ലാ തരത്തിലുള്ള സഹായവും ചെയ്തു തരുമായിരുന്നു. മുഖ്യമന്ത്രിക്ക് സുരക്ഷ ഒരുക്കുന്നതിനോടൊപ്പം നമുക്കും അവർ നല്ലൊരു സുരക്ഷിതമായ വീട് ഒരുക്കി തന്നു. നല്ല മനസ്സ് തോന്നിയ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർക്കും പേഴ്സണൽ സ്റ്റാഫിനെയും ദൈവം അനുഗ്രഹിക്കട്ടെ എന്ന് അമ്മ അജിതയുടെ പ്രാർത്ഥന. മുഖ്യമന്ത്രി അവരെ സുരക്ഷാ സേനയിലെ 64 പേരുകൂടി ഇത്രയും നല്ലൊരു വീട് വെച്ച് തന്നത് നല്ല ഈശ്വര അവരെ അനുഗ്രഹിക്കട്ടെ എന്നുള്ള ഇത് തന്നെ. അജിതയ്ക്കും 2 മക്കൾക്കും വീട് നിർമ്മിച്ചു നൽകുന്ന മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേനയ്ക്കും ഭൂമി നൽകിയ പള്ളിയമ്പലം ജയചന്ദ്രനും നന്ദിയെന്ന് പഞ്ചായത്ത് പ്രസിഡന്റ് കൈരളി ന്യൂസിനോട് പറഞ്ഞു. ഏറ്റവും മഹത്തായ ഒരു കാര്യമാണ് മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥർ ഈ പറയുന്ന രീതിയിൽ ഒരു ഏറ്റവും നല്ല രീതിയിൽ പഠിക്കുന്ന ഒരു വിദ്യാർത്ഥിനിയും കൂടെയാണ്. ഫുൾ A+ വാങ്ങി നമ്മുടെ കടക്കൽ സ്കൂളിന് തന്നെ അഭിമാനമായൊരു കുട്ടിയാണ്. അപ്പോൾ അങ്ങനൊരു കുട്ടിക്ക് വീട് പോലും സ്വന്തമായി ഇല്ലാതിരിക്കുന്ന ഒരു കുട്ടിക്കും ആ കുടുംബത്തിനും ഇതുപോലൊരു സംവിധാനം ഒരുക്കിയ മുഖ്യമന്ത്രിയുടെ സുരക്ഷാ സേനയ്ക്കും മുഖ്യമന്ത്രിക്കും 1000 അഭിനന്ദനം. മുഖ്യമന്ത്രിയുടെ സുരക്ഷാ ഉദ്യോഗസ്ഥരുടെ സുമനസ്സിനും നാടൊട്ടാകെ നന്ദി പറയുകയാണ്. 23 രാവിലെ നമ്മുടെ ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി ശ്രീ പിണറായി വിജയൻ അദ്ദേഹത്തിൻ്റെ ഒപ്പം സഹപ്രവർത്തകനായി അദ്ദേഹത്തിനൊക്കെ സംരക്ഷണം ഒരുക്കുന്ന അദ്ദേഹത്തിൻ്റെ സ്റ്റാഫിൽപ്പെട്ടവരെല്ലാം ചേർന്ന് നൽകിയ ഈ വീട് വെച്ച് നൽകുന്ന വീടിൻ്റെ താക്കോൽ നമ്മുടെ ഈ കുടുംബത്തിന് കൈമാറും. നമ്മുടെ അജിതയും ആര്യയും അമൃതയും ചേർന്ന് ഇവിടെ നമ്മൾ ഈ നിൽക്കുന്ന കിച്ചണിൽ വെച്ച് പാല് കാച്ചും. അങ്ങനെ ആ കുടുംബത്തിൻ്റെ ഈശ്വര നിലയം എന്ന് പേരിട്ടിരിക്കുന്ന ഈ വീടിൻ്റെ ഉടമസ്ഥരാണ് ഇവർ മനസ്സിൽ കരുതിയിരുന്നതിനപ്പുറമാണ് അവരെ സംബന്ധിച്ച് ഇപ്പോൾ ഈ കിട്ടിയിരിക്കുന്ന ഈ സൗഭാഗ്യം. കടക്കലിൽ നിന്ന് ക്യാമറമാൻ അയ്യപ്പദേവനൊപ്പം രാജ്കുമാർ.